ലോങ് വീഡിയോ ആവശ്യപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ലോങ് വീഡിയോ ഇടുകയാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ലോങ് വീഡിയോ ഇടാതിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ യാത്രകളിലായിരുന്നല്ലോ 2-3 മാസമായിട്ട് പല സ്ഥലങ്ങളിലായിരുന്നു ഞാൻ. കൈലാസ്, മാനസരോവർ, കൈലാസ് യാത്രയ്ക്ക് പോയത് പറഞ്ഞില്ലായിരുന്നോ. അത് കഴിഞ്ഞപ്പം എനിക്ക് പിന്നെയും എൻ്റെ മെറ്റബോളിസം ഒക്കെ തകരാറായി. അവിടെ നിന്ന് ഞാൻ ബാംഗ്ലൂരിൽ പോയിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ ചെന്നൈയിൽ പോയി. ചെന്നൈയിൽ നിന്ന് പിന്നെ അബുദാബിക്ക് പോയി. അങ്ങനെ ഐ വാസ് ജസ്റ്റ് ട്രാവലിംഗ് എ ലോട്ട്. ആ സമയത്ത് നമ്മളുടെ മെറ്റബോളിസം വളരെ തകരാറിലായിട്ടുണ്ട്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ട് വന്നു. പിന്നെ മാനസികമായിട്ട് വളരെ പ്രയാസങ്ങളുള്ള അനുഭവങ്ങളിൽ കൂടിയൊക്കെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പെട്ടെന്ന് പ്രിമിച്വറായിട്ട് ഇവിടുന്ന് അബുദാബിയിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യണമെന്ന് തോന്നുന്നു. കാരണം ഈ വാർ സിറ്റുവേഷനും കാരണമൊക്കെ കൊണ്ട് ചേട്ടൻ്റെ ജോബ് ഇപ്പം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ നല്ല ഒന്നാന്തരം വീട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മാവേലിക്കരയിലെ വീട് ഞങ്ങൾ കണ്ടു കാണും. ചേട്ടൻ്റെ അച്ഛൻ പണിത വീട്. അവിടെ ആരും താമസിക്കാനില്ല, അമ്മ ഒറ്റയ്ക്കാണ്. അപ്പം ഞങ്ങളത് വളരെ നന്നായിട്ട് റെനോവേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാര്യത്തോട് അടുത്ത് വരുമ്പോൾ എനിക്ക് എന്തോ ഒരു 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 വിഷമം പോലെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചിലർക്കെല്ലാം താല്പര്യക്കുറവ് പോലെയൊക്കെ എനിക്ക് തോന്നുകയാണ് കേട്ടോ. എൻ്റെ തോന്നലായിരിക്കും, പക്ഷെ അത് ശരിയാണ്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളൊരു റിട്ടയർമെൻറ്റ് അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ മദ്രാസിലെ വീടോ അല്ലെങ്കിൽ ചെന്നൈയിലെ ബാംഗ്ലൂരിലെ വീടോ ഞങ്ങൾക്ക് വേണ്ടി വെച്ചേനെ. ഇപ്പം മോള് താമസിക്കുകയാണ് ബാംഗ്ലൂരിൽ, മോളുടെ ഒരു ഫ്രണ്ടുമായിട്ട് കൂടിയിട്ട്. ബിക്കോസ് ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റില്ലല്ലോ കുട്ടികൾക്ക്. പിന്നെ ആ കുട്ടിയുടെ അടുത്ത് മാറുമെന്ന് പറഞ്ഞാൽ അതെവിടെ പോകും? അവരിപ്പോൾ സെറ്റായിട്ട് നന്നായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ അത് ശരിയല്ല. പിന്നെ ഞാനാണെങ്കിൽ ചെന്നൈയിലെ വീട് ഓൾറെഡി ഞാൻ അവരോട് കമ്മിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് 3-4 വർഷത്തേക്ക് അവരെ ഇത് ചെയ്യില്ല എന്നുള്ളത്. അവരും കുടുംബമായിട്ട് അവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരോടൊക്കെ പെട്ടെന്ന് മാറാൻ പറയുന്നതൊക്കെ മോശമാണ്. പിന്നെ നമുക്ക് വീടുണ്ടല്ലോ. പക്ഷേ ആ വീട്ടിൽ പോയി താമസിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുക്കളെ പറ്റിയിട്ട് ഞാൻ വളരെയധികം ഭയപ്പെടുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ തുറന്നു പറയുന്ന ആളാണ്. വളരെയധികം ഞാൻ ഭയപ്പെടുന്നു. ഞാൻ അവിടെ പോയി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയാം എന്തായിരുന്നു എൻ്റെ ഭയം എന്നുള്ളത് ഞാൻ അവിടെ നിന്ന് പറയും. എന്നെ യൂട്യൂബുകാരി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാരണം എനിക്ക് യൂട്യൂബിൽ വന്നിരുന്ന് ഒന്നും പറയാൻ പാടില്ല. എൻ്റെ യൂട്യൂബിൽ ഞാൻ പറയുന്നതെല്ലാം എല്ലാം എൻ്റെ അനുഭവങ്ങളാണെന്നാണ് എല്ലാവരുടെയും വിചാരം. കുറച്ചൊക്കെ എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന വക്കീൽ എന്നുള്ള നിലയിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദ്യങ്ങളുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉത്തരങ്ങൾ എനിക്ക് 1-on-1 കൊടുക്കാനുള്ള ഒരു മീഡിയം ഇപ്പം ഇല്ലാത്തത് കൊണ്ട് ഞാൻ യൂട്യൂബിൽ വന്നിരുന്നാണല്ലോ പറയുന്നത്. അതാണ് ഞാൻ യൂട്യൂബിൽ വന്നിരുന്ന ഓരോരോ പ്രശ്നങ്ങൾ പറയുമ്പോൾ കറക്റ്റാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ വരുമാനം എല്ലാവർക്കും വേണ്ടേ? ചുമ്മാതെ കുത്തിയിരുന്ന് നമുക്ക് എൻ്റെ മക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് എനിക്ക് കുറച്ച് നാണമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ ഞാൻ പറയേണ്ടത് അതിന്? അതുകൊണ്ട് ഞാൻ തന്നെത്താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെയുള്ള കാര്യങ്ങൾ ഞാൻ വഴിയെ നിങ്ങളോട് പറയാം കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരിക്കും. എനിക്ക് അതൊരു എന്താ പറയുക, നാണക്കേട് പോലെ തോന്നുന്നില്ല. ബിക്കോസ് ഐ എം റൈറ്റ്. ഞാൻ എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ സമയങ്ങളിൽ കറക്റ്റായിട്ട് ചെയ്ത ആളാണ്. പിന്നെ ലോകം അങ്ങനെയൊക്കെയാണ്. നന്ദികേടിൻ്റെ ലോകമാണ് നമുക്ക് ചുറ്റിനുള്ളത്. പിന്നെ പട്ടികൾ കിടന്ന് കുരയ്ക്കും എന്ന് കരുതി ഹെവൻ വിൽ നോട്ട് കം ഡൗൺ എന്ന് കേട്ടിട്ടുണ്ടോ? ഡോഗ്സ് വിൽ കീപ് ബാക്കിംഗ് ബട്ട് ഹെവൻ വിൽ നോട്ട് കം ഡൗൺ. ആകാശത്ത് നോക്കി കുരച്ചുകൊണ്ടിരുന്ന ഹെവൻ താഴെ ഇറങ്ങി വരില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരിടേണ്ടതാണ്. ഓരോരോ എന്താ പറയുക, വഴിയിൽ നമ്മളിതൊക്കെ നേരിടേണ്ടതാണെങ്കിൽ നേരിട്ടേ പറ്റൂ. ഞാൻ നേരിട്ടില്ലെങ്കിൽ പിന്നെ ആര്, അല്ലേ? ഞാൻ തീർച്ചയായിട്ടും നേരിടും ഇതിനെ. ഞാൻ ഓരോന്നും ഞാൻ പറയാം കേട്ടോ. ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. എന്ത് തന്നെയായാലും ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ അടുത്ത പ്ലാൻ എന്താണെന്നുള്ളത് ഞാൻ എന്താ പറയാത്തതെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്ലാൻസ് വിളിച്ച് പറഞ്ഞു കഴിയുമ്പോൾ നടക്കില്ല കേട്ടോ. അത് ഈ യൂണിവേഴ്സിൻ്റെ ഒരു നിയമമാണ്. നമ്മുടെ പ്ലാനുകൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് എന്നെ ഇഷ്ടമല്ലാത്തവരുണ്ടാവും. അവർക്ക് അവൾ വലിയ അങ്ങനെ പറയുന്നവർ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. എൻ്റെ വീട്ടിൽ ഇപ്പം നിങ്ങൾക്കറിയാം ഞാൻ എങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റി ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. 3 വർഷമായി ഞാൻ യൂട്യൂബ് നടത്തുന്നു. എൻ്റെ അടുത്ത് നല്ല ആളുകളുടെ അടുത്ത് ഞാൻ വളരെ നല്ലത് തന്നെയാണ്. എന്നോട് മോശമായിട്ട് പെരുമാറുന്നവരോട് ഞാൻ
100 മടങ്ങ് മോശമാണ്. അത് ചേച്ചി എന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ വിവേകാനന്ദനോ രാമകൃഷ്ണ പരമഹംസനോ സായിബാബയോ അമൃതാനന്ദമയ്യോ അല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ പഴയത് പറയുകയാണെങ്കിൽ ശ്രീകൃഷ്ണനോ പിന്നെ മുഹമ്മദ് നബിയോ ജീസസ് ക്രൈസ്റ്റോ അല്ലാത്തത് കൊണ്ട്, ഞാൻ പച്ചയായ മനുഷ്യനായിട്ട് ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് റിയാക്ട് ചെയ്യേണ്ടി വരും. പിന്നെ എന്നെ എന്താ പറയുക, ഒന്ന് ഒതുക്കിയിരുത്താം എന്നൊക്കെ കരുതിയിരിക്കുന്ന ചില ആളുകളുണ്ട്. നടക്കില്ല. എത്ര വന്നാലും ശരിയാണ്. അവ പറയും ചേച്ചി അതൊരു അഹങ്കാരമല്ലേന്ന്. അഹങ്കാരമല്ല. ഞാൻ പറയുന്നത്, ഞാൻ തെറ്റ് ചെയ്യുന്നിടത്തോളം കാലം ഞാൻ എന്തിന് മാറി നിൽക്കണം? തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഞാൻ ചെയ്യുന്നത് തെറ്റല്ലല്ലോ, പിന്നെ എന്തിന് ഞാൻ മാറി നിൽക്കണം? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പലരും പറയത്തില്ലേ യൂട്യൂബിൽ എന്തിനാണ് നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങൾ പറയുന്നതെന്ന്. നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങൾ വീട്ടിലിരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പറയാനായിട്ട് ഒരു 4 പേരുണ്ടായാലല്ലേ പറയാൻ പറ്റുള്ളൂ. എല്ലാവരും ഓടി വിളിക്കും. ആരും നേരെ പോകുന്ന വന്നിരുന്ന് സംസാരിക്കില്ല. അങ്ങനെയുള്ളിടത്ത് പിന്നെ നമ്മൾ യൂട്യൂബ് അല്ലാതെ ഏത് മാധ്യമവും ഉപയോഗിക്കാനാണ്? യൂട്യൂബിൽ അവർ കുത്തിയിരുന്ന് കാണുകയും ചെയ്യും. എനിക്ക് പറയാനുള്ളത് പറയാനും പറ്റും, എനിക്ക് പൈസയും കിട്ടും. അത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. കേൾക്കാനുള്ളവരൊക്കെ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടാവും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വീടിൻ്റെ അച്ചുതണ്ടെന്ന് പറയുന്നത് ഒരു അച്ഛനും അമ്മയും പാരൻസാണ്. നമ്മൾ ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള പാരൻ്റായിട്ടുള്ള ഞാൻ, എനിക്കിപ്പോൾ 2 മക്കളില്ല എന്നുള്ളത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, എൻ്റെ സൗഭാഗ്യമായിട്ട്. കാരണം എന്താണെന്നറിയോ, ഈ മക്കളെ തമ്മിൽ തല്ലിച്ച് ജീവിച്ചതിനല്ലെങ്കിൽ ഞാൻ, കാരണം അതാണ് ഹിസ്റ്ററി കാണുന്നത്. അപ്പോൾ ചോദിക്കും ചേച്ചിയുടെ അച്ഛനമ്മ എങ്ങനെയാണെന്ന്. എൻ്റെ അച്ഛനമ്മ എങ്ങനെയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ വരുമാനമുണ്ട്, അവർക്ക് പെൻഷനുണ്ട്, അവർക്ക് ജീവിക്കാനായിട്ട് അവർ നട്ടലുയർത്തി പണിയെടുത്ത് അവർ കാര്യങ്ങളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാത്ത ആളുകൾ ഈ ലോകത്തുണ്ട്. അങ്ങനെ അല്ലാത്തവർ മക്കളെ തമ്മിൽ അടുപ്പിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. അതാരെ പറ്റിയാണെങ്കിലും എനിക്ക് പറയണതിന് യാതൊരു മടിയുമില്ല. ഞാനിത് പബ്ലിഷ് ചെയ്യുക തന്നെ ചെയ്യും. യൂട്യൂബുകാരി എന്ന് വിളിച്ച് എന്നെ അധിക്ഷേപിച്ച് മൂലയ്ക്ക് ഇരുത്താമെന്ന് ആരും വിചാരിക്കണ്ട. ഞാൻ ഇനി യൂട്യൂബ് എല്ലാ ദിവസവും ചെയ്യും. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താണ് ഇടാത്തത്? ചേച്ചിയുടെ സംസാരം കേൾക്കാൻ നല്ല ഇഷ്ടമാണെന്ന്. നോക്കൂ, നമ്മുടെ മനസ്സ് ടർബുലൻ്റായിട്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്നതിന് ഒരു ആത്മാർത്ഥത വരില്ല വേറെ കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ചേച്ചിയുടെ ടർബുലൻസ് എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇതും കടന്നു പോകുമെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അതുകൊണ്ട് ഇതും കടന്നു പോകും കേട്ടോ. എനിക്ക് ഇതും കടന്നു പോകും എന്നുള്ള ധൈര്യവും പിന്നെ യൂണിവേഴ്സിൽ എനിക്ക് വിശ്വാസവുമുണ്ട്. കാരണം തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഒരുപാട് ശക്തികൾ നമ്മളെ തുണയ്ക്കാനുണ്ടാകും അല്ലേ? എന്തു പറയുന്നു നിങ്ങൾ? അപ്പോൾ ഇതാണ് ചേച്ചിയുടെ ഒരു എന്താ പറയുക കഷ്ടം. ഒരു 7 മിനിറ്റ് 7.25 മിനിറ്റ് 8 മിനിറ്റോളം കഷ്ടം പറഞ്ഞു തീർത്തത്. നമുക്കിനി വേറെ കാര്യം പറയാം. ഇപ്പോൾ ഇതിൽ നിന്ന് തരണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങൾ ഇതിലൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ വയസ്സിൽ, ഇപ്പം എൻ്റെ വയസ്സിൽ, ഇപ്പം ഞാനിനി അങ്ങോട്ട് എനിക്കും ആവുമല്ലോ, ഇപ്പം 54 വയസ്സായി. ഇനി അങ്ങോട്ടേക്ക് എനിക്ക് 60 ആകും, 70 ആകും. ആ 70 വയസ്സിൻ്റെ അടുത്ത് ഞാൻ എത്തുമ്പോൾ, ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ഒരു വയോധികർക്ക് നല്ല സംരക്ഷണം കിട്ടുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് മാറണം എന്ന് എനിക്കുണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഒരു 70കളിലുള്ള ആഗ്രഹം. അപ്പോൾ കുറേ നീട്ടത്തിലായിപ്പോയില്ലേ ചേച്ചി ചിന്ത എന്ന് ചോദിച്ചാൽ, ഇപ്പോഴേ നമ്മൾ അതിന് വേണ്ടിയിട്ട് പണിയെടുത്താൽ മാത്രമാണ് നമുക്ക് അതുപോലെയുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് സ്ഥലങ്ങൾ ചാലക്കുടിയിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് സിന്ധു ചേച്ചി പറയുന്നുണ്ടായിരുന്നു. സിന്ധു ചേച്ചിയുടെ ഒരു ഫ്രണ്ടുണ്ട്, നല്ലതാണ് ചാലക്കുടിയിൽ. അതൊക്കെ പോയി ഒന്ന് നോക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. കാരണം എന്താണെന്നറിയോ, ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്കൊരു ബേർഡനായിട്ട് മാറരുത്. മറ്റുള്ളവർക്ക് ബേർഡനായിട്ട് മാറുന്നു എന്ന് നമുക്ക് തോന്നുന്ന ആ നിമിഷം നമ്മൾ തീർന്നു അല്ലേ? അതുകൊണ്ട് ഇനി എൻ്റെ ഈ പ്രായത്തിൽ കേൾക്കുന്ന ആളുകൾ നല്ലപോലെ ചിന്തിച്ചിട്ട് നിങ്ങൾക്കും വയസ്സാകും നമുക്കും വയസ്സാകും എന്നുള്ള ആ ചിന്ത നമ്മുടെ മനസ്സിൽ കയറ്റിയിട്ട് നമ്മൾ ആ വയസ്സാകുന്ന തരുണം ബിറ്റർനെസ്സോടുകൂടി ജീവിക്കാതെ, മറ്റുള്ളവരെ പഴിച്ചും മറ്റുള്ളവരുടെ എന്താ പറയുക ജീവിതത്തിൽ നോക്കിയിട്ട് നെടുവീർപ്പിട്ടും അവരുടെ ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും അല്ലെങ്കിൽ അവരുടെ കഴിവിലും എന്താ കുശുമ്പും കുനായ്മയും വിചാരിച്ച് നമ്മൾ കഴിയാതെ നമ്മുടെ വാർദ്ധക്യകാലം നമ്മൾ നല്ല നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കുറച്ചു കൂട്ടം ആളുകളുമായിട്ട്, നമ്മുടേതായ വയസ്സുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് നല്ലത് മാത്രം ചിന്തിച്ച് നമുക്ക് ജീവിക്കണം. വേണ്ടേ? എനിക്ക് അങ്ങനെയാണ് ആഗ്രഹം. ആ സമയത്തെങ്കിലും, അതായത് ദൈവത്തോട് അടുക്കുന്ന സമയത്തേക്ക് നമുക്ക് അതെല്ലാം വേണം അല്ലേ? ഇപ്പോൾ റിട്ടയർ ചെയ്ത് പോയി കഴിഞ്ഞിട്ട് സമയം എങ്ങനെയാണ് വിനിയോഗിക്കുക എന്നുള്ളതൊന്നും ഞാനിപ്പം വിചാരിച്ചിട്ടില്ല. യൂട്യൂബ് കുടുംബാംഗങ്ങൾ ഉണ്ടാവുമല്ലോ എൻ്റെ കൂടെ. അപ്പോൾ
ഓരോ ദിവസം ഓരോ വീഡിയോ നല്ല നല്ല സബ്ജക്റ്റുമായിട്ട് ഞാൻ വരാം കേട്ടോ. എന്നെ ആരെങ്കിലും ഹേർട്ട് ചെയ്താൽ അതും വിളിച്ചു പറയും, ഉറപ്പാണ്. കുറച്ച് എരിവും പുളിയൊക്കെ പ്രതീക്ഷിച്ചോളൂ. അപ്പോൾ അതെന്തായാലും ഉണ്ടാകും. പിന്നെ ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ കഥകൾ പറയുമ്പോൾ ചേട്ടന് വിഷമം തോന്നില്ലേന്ന്. ഒട്ടുമില്ല. കാരണം ആ ചേട്ടൻ്റെ ലൈഫ് ഇതുപോലെ തലയുയർത്തി ജീവിക്കാൻ പഠിപ്പിച്ചതും പിന്നെ നല്ല രീതിയിൽ ഫിനാൻസസ് കൈകാര്യം ചെയ്ത് കൊണ്ടുവന്നതും ഈ ചേച്ചി തന്നെയാണ്. ചെറുപ്പത്തിലെ മുതൽ വേറെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ പല പ്രാവശ്യം കഥകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അദ്ദേഹത്തിൻ്റെ ഒരു കുറവായിരുന്നിരിക്കാം ആ സമയത്ത്. പക്ഷേ എല്ലാവർക്കും എല്ലാം ആകാൻ പറ്റൂലല്ലോ. ഇപ്പം ഞാനൊരു സ്മാർട്ട് ലേഡിയെന്ന് ഞാൻ ധരിക്കുന്നു എന്ന് കരുതി എല്ലാവരും എന്നെ സ്മാർട്ട് ലേഡിയാണെന്ന് അംഗീകരിച്ചു തരില്ല, അഹങ്കാരിയാണ് എന്ന് പറഞ്ഞു കളയും. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് പറയുന്ന പോലെ മറ്റുള്ളവരുടെ കയ്യിലേക്കല്ല നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് കൊടുക്കേണ്ടതെന്ന് എപ്പോഴും പറയും. ഞാനത് പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത്. പക്ഷേ സ്വയം ആ ഒരു സന്ദർഭത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ സ്വയം ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു തരുണത്തിൽ വരുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിൽ ചിലപ്പോൾ ഒരു പതർച്ച പോലെ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കും ഇതും കടന്നു പോകും. നമ്മൾ ശരിയെന്ന് ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് ഒരിക്കലും ഒന്നിനും ഒരു മുട്ട് വരില്ല. ജഗദീശ്വരനും യൂണിവേഴ്സും എല്ലാം നമ്മുടെ കൂടെ ഉണ്ടാകും, അല്ലേ? പലരും പല രീതിയിലല്ലേ, ബഹുജനം പലവിധം. ഞാനെപ്പോഴും പറയാറുണ്ട്, ചില വയസ്സായ സ്ത്രീകൾ ഇങ്ങനെ ബിറ്റർനെസ്സോടുകൂടി പെരുമാറുന്നത് അവരുടെ ജീവിതത്തിലുള്ള തിക്താനുഭവം കൊണ്ടായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 30 വർഷങ്ങളായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്. ഈ 30 വർഷമുള്ള തിക്താനുഭവങ്ങൾ എന്നെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാതെ കണ്ട് മറ്റുള്ളവരോട് ബിറ്ററാകാനല്ല ഞാൻ പഠിച്ചിരിക്കുന്നത്. നന്നായിട്ട് പെരുമാറാനും മറ്റുള്ളവർക്ക് ആരാണെങ്കിലും നമ്മളോട് ചാഞ്ഞു നിൽക്കുന്നവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്തു കൊടുക്കാനുമാണ് എന്നെ യൂണിവേഴ്സ് പഠിപ്പിച്ചത്. അത് പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ പഠിക്കാത്ത ആളുകൾ ഇത് മുഴുവനും കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ചിന്താഗതി ഒന്ന് മാറ്റൂ. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ നിങ്ങളുടെ ചിന്തകൾ മാറ്റാൻ ശ്രമിക്കൂ. ഇത് കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാതെ, അല്ലെങ്കിൽ അവളുടെ ഒരു പ്രസംഗം യൂട്യൂബുകാരിയുടെ എന്ന് പറയാതെ തിരുത്താൻ നോക്കൂ നിങ്ങൾ. അതായിരിക്കും നിങ്ങൾക്ക് ഇനിയുള്ള എത്ര കാലം, ചിലപ്പോൾ ഞാനായിരിക്കാം ആദ്യം പോകുന്നത്, എത്ര കാലം നമ്മൾ ജീവിക്കും. ആ ജീവിതമുണ്ടല്ലോ, മറ്റുള്ളവരുടെ മുഖത്ത് ഒരു സ്മൈല് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുക. എന്നോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ടാകും ഞാൻ എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന്. അവർക്കെല്ലാവർക്കും അറിയാം. ഇപ്പം ഈ കേൾക്കുന്ന ഇത് ചെയ്തിട്ടുള്ളവർക്കും അറിയാം. അപ്പോൾ എനിക്ക് യൂട്യൂബ് എന്നുള്ളൊരു മാധ്യമം ഉള്ളതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് കുറച്ച് ബോറടിച്ചിട്ടുണ്ടാവും. ഇത് പേഴ്സണൽ ടച്ചുള്ളൊരു വീഡിയോ ആയിപ്പോയത് കൊണ്ട്. പക്ഷേ ഇത് പറയാതെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയണം കേട്ടോ. പക്ഷേ ഞാൻ ഓരോ ദിവസം ഓരോ ചാപ്റ്റർ വൈസായിട്ട് സമൂഹത്തിനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കുന്നതായിരിക്കും. അത് ഇനി മാറി നിൽക്കില്ല. ഓക്കെ, സോ ചിയേഴ്സ്. ഐ വിൽ കം ബാക്ക് ടുഡേ ഇറ്റ്സെൽഫ് വിത്ത് അനദർ ഷോർട്ട് വീഡിയോ. വെയിറ്റ്, ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വീഡിയോ കൂടെ ഞാൻ ഇടാമെന്നായിരിക്കും കേട്ടോ, ഒരു ഷോർട്ട് വീഡിയോ. നോക്കിയിരിക്കണേ. ബൈ.